ഏവർക്ക് നമസ്തേ. ഇടയ്ക്ക് ലൈവിന് എന്തോ ഒരു ചെറിയ പ്രശ്നം വന്നു, അത് കട്ടായി. എനിവേ, അപ്പൊ ഇന്ന് നമ്മൾ ഇവിടെ പ്രതിപാദിക്കാൻ പോകുന്നത് ഏറ്റവും ബുദ്ധിമാനാണെന്ന് സ്വയം നടിക്കുന്ന നമ്മുടെ ജോൺ പൊട്ടാസിനെ കുറിച്ചാണ്. ജോൺ പൊട്ടാസിന്റെ വിചാരം ഞാൻ ഈ ലോകത്തെ എന്തോ മഹാസംഭവമാണെന്നാണ് ജോൺ പൊട്ടാസ് വിചാരിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാനാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ സംഭവം, ഞാൻ മാത്രമാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ മനുഷ്യൻ, ഞാൻ മാത്രമാണ് ഏറ്റവും വലിയ ബുദ്ധിമാൻ എന്നൊക്കെ സ്വയം നടിച്ച് നടക്കുന്ന ജോൺ പൊട്ടാസിനെ കുറിച്ച് നമുക്ക് രണ്ടു വാക്ക്. അതായത് ജോൺ പൊട്ടാസ് എവിടെ ചെന്നാലും, ഇപ്പൊ സോഷ്യൽ മീഡിയയിലായാലും വേണ്ടില്ല, ഡൽഹിയിലായാലും വേണ്ടില്ല, എവിടെ ചെന്നാലും വേണ്ടില്ല, എന്തെങ്കിലും വേണം, ഏത് തരത്തിൽ, അത് നെഗറ്റീവോ പോസിറ്റീവോ, അതിലൊന്നും മൂപ്പർക്ക് യാതൊരു തരത്തിലുള്ള പിന്നെ ടെൻഷനും ഇല്ല. എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല. അതായത് എന്തും പറയാം മഹത, എന്തും പറയാം വഷള എന്ന് പറഞ്ഞ പോലെ ജോൺ പൊട്ടാസിനെ കുറിച്ച് ആരെന്ത് പറഞ്ഞാലും കുഴപ്പമില്ല. പുള്ളിക്ക് എല്ലാവരും കേൾക്കല്, എല്ലായിടത്തും ഇങ്ങനെ നിറഞ്ഞു നിന്നാൽ മതി. അതിനു വേണ്ടിയിട്ടുള്ള തത്രപ്പാടിലാണ് പുള്ളി. അപ്പോ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് നെറ്റ് കട്ടാവുന്നുണ്ട്. ഒന്ന് പേരെടുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ആ പാവം കിടന്ന് കാണിച്ചു കൂട്ടുന്നതെന്ന് പറയാൻ വയ്യ. അപ്പോ സാധാരണ ഈ ജോൺ പൊട്ടാസിന്റെ ഈ പരാക്രമം കാണുമ്പോ ഇയാളുടെ പേര് ജോൺ ബ്രിട്ടാസ് എന്നെങ്ങാണ്ടാണ് കേട്ടോ. ജോൺ പൊട്ടാസ് എന്ന് ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ, കാരണം കാണിച്ചു കൂട്ടുന്ന വേലത്തരങ്ങൾ അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് പറയാതിരിക്കാൻ പറ്റില്ല. അപ്പൊ ഈ ജോൺ പൊട്ടാസ്, ഈ പൊട്ടാസ്യം പെർമാംഗനേറ്റ് എന്ന് പറഞ്ഞാലും ഭയങ്കര നാറ്റമുള്ള ഒരു വസ്തുവാണ്. എന്ന പോലെ ഈ ജോൺ പൊട്ടാസും ഒരു പരമനാറ്റം തന്നെയാണ്. അതിന്റെ അതേ അവസ്ഥ തന്നെയാണ് ഈ പൊട്ടാസിനും. അപ്പൊ പൊട്ടാസ് ഇപ്പൊ പറയുന്നത്, ഇപ്പൊ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ കാണുമ്പോൾ എനിക്ക് എന്റെ ചെറുപ്പകാലത്ത് എന്റെ അച്ഛനും എന്തും പറയാം എന്നാണ്. അപ്പൊ ഇപ്പൊ ഈ പൊട്ടാസിന്റെ ഈ പരാക്രമം കാണുമ്പോൾ, പണ്ട് ഊട്ടുപുരയ്ക്ക് പിന്നെ തീയിട്ടിട്ടുള്ള ഒരു കഥ എന്റെ അച്ഛൻ പറഞ്ഞു തരാറുണ്ട്. കാരണം ഒരു മഹാനായ ഒരു വ്യക്തിയെ എല്ലാവരും കൂടിയിട്ട് അയാളെ കുറിച്ച് പറയുന്നു, നാട്ടിൽ അയാളാണ് സംസാര വിഷയം. അപ്പൊ ഒരു മഹത് വ്യക്തിയെ കുറിച്ചിട്ട് നാട്ടില് അയാൾ നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യുന്നു, അപ്പൊ അതുകൊണ്ട് അയാളെ നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഒരാൾ ഇത് നിന്ന് കേൾക്കുമ്പോൾ ഒരാളെ കുറിച്ച് തന്നെ പറയാണ്, നല്ല കാര്യങ്ങൾ പറയുന്നു. ഇതാരടാ അപ്പൊ എനിക്കും കേൾക്കണം, എന്റെ പേരും കേൾക്കണം, എനിക്കും നാട്ടിൽ പേരെടുക്കണം, എനിക്ക് നല്ലൊരു പേര്, എല്ലാവരും എന്നെ കുറിച്ച് പറയണം. അപ്പോ അയാൾ ചോദിച്ചു, എന്താണ് ഇതിനൊരു വഴി? നല്ലൊരു കാര്യം ചെയ്ത, അതായത് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളെ കുറിച്ചിട്ട് നാട്ടിൽ എല്ലാവരും നല്ല സംസാരം പറയുമ്പോൾ ഈ പറയുന്ന കക്ഷി ചെന്നിട്ട് ചോദിക്കുകയാണ്, ഞാൻ ഈ നാട്ടിൽ പേരെടുക്കാനായിട്ട് എന്ത് കാര്യമാണ് ചെയ്യേണ്ടത്? അപ്പോ ഇയാള് പിന്നെ കണ്ടെത്തുന്ന ഒരു രീതി എന്താണെന്ന് വെച്ചാല്, അമ്പലത്തിന്റെ ഊട്ടുപുരയ്ക്ക് അങ്ങ് തീയിട്ടു. ഊട്ടുപുരയ്ക്ക് തീയിട്ടപ്പോ നാട്ടിലുള്ള മൊത്തം മനുഷ്യന്മാരും പറയാൻ തുടങ്ങി, അയ്യോ ദേ ഊട്ടുപുരയ്ക്ക് തീ പിടിച്ചു, ഊട്ടുപുരയ്ക്ക് തീ പിടിച്ചു. അപ്പൊ എന്താ, ആരാ തീയിട്ടെ? അപ്പൊ ഇയാളുടെ പേര് പറയാൻ തുടങ്ങി. എന്നാ പോലെയാണ് പൊട്ടാസിന്റെ കാര്യം. അതായത് നന്മ ചെയ്യുന്നവരെ കുറിച്ച് നല്ലത് പറയും ജനം, ഇതേപോലെ പൊട്ടത്തരം പറഞ്ഞ് അങ്ങോട്ട് കയറി തള്ളക്കി വിളി കേൾക്കുന്നവരെ കുറിച്ചും ജനങ്ങൾ പറയും. പക്ഷെ ഇതിലൊരു വ്യത്യാസം എന്താ വെച്ചാല്, നന്മ പറയുന്നത് എന്താണെന്നും തിന്മ പറയുന്നത് എന്താണെന്നും രണ്ടും നെഗറ്റീവും പോസിറ്റീവും തിരിച്ചറിയാനുള്ള ഒരു വിവേകം ഉണ്ടാവണം, അത്രേ ഉള്ളൂ. അപ്പോ ശരിക്കും ഇപ്പം ഈ പൊട്ടാസ് കാണിച്ചു കൂട്ടുന്ന പേക്കൂത്തുകൾ കണ്ടാൽ, ഇപ്പൊ ഡൽഹിയിൽ പോയിട്ട് കഴിഞ്ഞ ദിവസം മറ്റെന്താണ് ആ ഒരു ലേഡിയെ അറസ്റ്റ് ചെയ്യാനായിട്ട് പിന്നെ ഡൽഹിയിൽ ചെന്നപ്പോഴ്, പാർലമെന്റിന്റെ മന്ദിരത്തിൽ ചെന്നപ്പോഴ് അവിടെ പോലീസ് യൂണിഫോമിൽ വന്നില്ല എന്നും പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഇയാൾ ഘോരം അവരെ എടുത്തിട്ട് ഇങ്ങനെ തട്ടിക്കറിയോ, നിങ്ങൾ പോലീസ് അല്ലേ, നിങ്ങൾ हम आप लोग यूनिफॉर्म में नहीं आया, या आप अंदर नहीं जा सकते, आप कैसे आप लोग ये करते हो, ये है वो है എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഫോഴ്സ് ചെയ്തിട്ട് ആ പോലീസുകാരി പാവം, അവര് ഡ്യൂട്ടി ചെയ്യുന്നതിനിടയ്ക്ക് വേറെ എന്തോ കോടതിയിൽ നിന്ന് വരുന്ന വഴിക്ക് അവർക്ക് ഇവിടെ വരാതെ നിവൃത്തിയില്ല. അപ്പൊ അങ്ങനെ വന്നപ്പോൾ അതിനെ ചോദ്യം ചെയ്ത് അവിടെ പട്ടി ഷോ കാണിച്ചു, അവിടെ വലിയ ആളായി, വലിയ സംഭവമായി. ഞാൻ ചോദിക്കുന്നത്, ഡൽഹിയിൽ പോയിട്ട് ഇത്രയ്ക്കും വല്ലാണ്ട് പട്ടി ഷോ കാണിച്ച ജോൺ ബ്രിട്ടാസെ നമ്മുടെ നാട്ടിലെ രാഖി രാമായണം പുലർച്ചെ 3 മണിക്കോ 2 മണിക്കോ ആണ് നമ്മുടെ പിന്നെ എന്താ പറയാ ജോർജേട്ടനെ പോലീസ് പിടിച്ചോണ്ട് പോയത്. അപ്പൊ അതുപോലെ മറുനാടൻ മലയാളി ഇട്ട ഡ്രസ്സാല് അദ്ദേഹം ഒരു മുണ്ടുടുത്തൊരു കൈലി കൊടുത്തിട്ട് വീട്ടിൽ കിടന്ന് ഉറങ്ങിയ സമയത്ത് നമ്മുടെ നാട്ടിൽ നിന്ന് വന്നിട്ട് പോലീസുകാർ പിടിച്ചിട്ട് പോയത് പുലർച്ചെ 3 മണിക്ക് എങ്ങാണ്ടാണ്. അപ്പൊ അതേപോലെ ഓരോരോ അതുപോലെ ഈ പറയുന്ന രാഷ്ട്രീയക്കാരൊക്കെ തമ്മിൽ ചെടിച്ചട്ടി കൊണ്ട് തലയടിച്ച് പൊട്ടിച്ച് നമ്മുടെ നാട്ടിൽ കാണിച്ചു കൂട്ടുന്ന പേക്കൂത്തുകൾ, അതായത് പിണറായി വിജയന്റെ ഭരണകാലത്ത് നമ്മുടെ നാട്ടിൽ കാണിച്ചു കൂട്ടുന്ന പേക്കൂത്തുകൾ എത്രയാണെന്ന് എണ്ണിയാൽ ഒടുങ്ങില്ല. അത്രയും പേക്കൂത്തുകൾ ഇവിടെ പിണറായി വിജയൻ കാണിച്ചുകൊണ്ടിരിക്കുക. എന്തിന്? പത്രപ്രവർത്തകരുടെ നേരെ കടക്കുപുറത്ത് കടന്നു പോട എന്ന് മുഖത്ത് നോക്കി പറഞ്ഞ നമ്മുടെ പിണറായി വിജയന്റെ, അത് മാത്രല്ല പിണറായി വിജയന്റെ സ്വന്തം മോള് തന്നെ പിണറായി വിജയൻ കട്ടുമുടിച്ച് എല്ലാം ഇല്ലാണ്ടാക്കിയിട്ട് ഈ ദുർഭരണം ഇത്രയും കാലം നമ്മുടെ നാട്ടിൽ വിളയാടിയിട്ട് ജോൺ പൊട്ടാസിന് യാതൊരു ചോദ്യം ചോദിക്കാൻ ഉണ്ടായില്ല. അല്ലയോ ജോൺ പൊട്ടാസെ? എന്തോ ഒരു നല്ല മനുഷ്യൻ,
ഈ ജോൺ ബ്രിട്ടാസ് എന്ന് പറയുന്ന മനുഷ്യനെ കുറിച്ച് ഓർത്തിട്ടേ എനിക്ക് ഭയങ്കര അപമാനം തോന്നുക. അഭിമാനമല്ല കേട്ടോ, വള്ളിയില്ല, അപമാനം തോന്നുക. കാരണം എവിടെ ചെന്നാലും പട്ടീഷോ. ഇന്നലെ പാർലമെന്റ് മന്ദിരത്തിൽ മറ്റേ MP തമ്പിദുരൈ പിന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ അദ്ദേഹം കുറെ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞ് പിന്നെ അവസാനം അദ്ദേഹം പറയുന്നുണ്ട്, ഞങ്ങളുടെ അമ്മ എന്ന് പറയുമ്പം തമിഴ്നാട്ടുകാര് ഞങ്ങളുടെ അമ്മ എന്ന് വിളിക്കുന്ന ഒരേ ഒരു സ്ത്രീയെ ഉള്ളൂ, അത് ജയലളിതയാണ്. അത് ഏതൊരു പൊട്ടനും മനസ്സിലാവും. എന്നിട്ട് അതുപോലും മനസ്സിലാവാതെ ഇയാള് ഞങ്ങളുടെ അമ്മ അല്ലെങ്കിൽ ഇത്രയും എന്താ പറയാ ബഹുമാന്യായ ഞങ്ങളുടെ അമ്മ എന്ന് തമ്പിദുരൈ ഒരു വാക്ക് പറഞ്ഞപ്പോ ഇയാൾ തൊട്ട് പുറകിലിരുന്നിട്ട് യാരുടെ അമ്മ, ആരുടെ അമ്മ, ആരുടെ അമ്മ, ആരുടെ അമ്മ, എന്തമ്മ, ഏതമ്മ, അപ്പടിയമ്മ, ഇപ്പടിയമ്മ എന്ന് പറഞ്ഞിട്ട് ഇയാള് ബാക്കിലിരുന്നിട്ട്, കാരണം ഇയാൾക്ക് ആളാവണം. ഇയാൾക്ക് ആളായിട്ട് നാലാളുടെ പിന്നെ പ്രീതി പിടിച്ചു പറ്റണം. അത് നെഗറ്റീവായാലും വേണ്ടില്ല, പോസിറ്റീവായാലും വേണ്ടില്ല. അതിനെ ഈ ബ്രിട്ടാസ് കിടന്ന് കാണിക്കുന്നത്. അപ്പൊ ഏതമ്മ, എപ്പടിയമ്മ, അമ്മയോ, അമ്മ, അമ്മ, വിച്ചമ്മ, വേദമ്മ, വേറമ്മ, വിച്ചമ്മ എന്നൊക്കെ പറഞ്ഞ് തമിഴിലും ഇംഗ്ലീഷിലും കിടന്നിട്ട് പൊട്ടാസ് കിടന്നിട്ട് അവിടെ കിടന്ന് മെഴുകി ആൾക്കാരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാനായിട്ട് കാണിച്ചപ്പോ ഈ പറയുന്ന തമ്പിദുരൈ എന്ന് പറയുന്ന MP പറഞ്ഞു യുവർ അമ്മ എന്ന്. യുവർ അമ്മ എന്ന് പറയുമ്പോ ഈ പറയുന്ന പൊട്ടാസിന്റെ മോന്ത പോയ പോക്ക് എങ്ങനെയാന്ന്, സ്വന്തം തള്ളക്കി വിളി കേട്ട് കഴിഞ്ഞപ്പോഴേ ചിരിച്ചുകൊണ്ട് കൈ കൂപ്പിക്കൊണ്ട് എനിക്കുള്ളത് കിട്ടി, വെള്ളം ചൂടാക്കിക്കോ എന്നുള്ള അവസ്ഥയാണ് ഉണ്ടായത്. നാണവും ഉളുപ്പും ഉള്ളവര് ചെയ്യുന്ന പണിയാണോ പൊട്ടാസേ? യുവർ അമ്മ എന്ന് പറഞ്ഞ നിന്റെ തള്ളക്ക് നിന്റെ മുഖത്ത് നോക്കി വിളിച്ചിട്ട് അന്നേരം ചിരിച്ചുകൊണ്ട് പറയുന്നത് കിട്ടി ബോധിച്ചു, എനിക്കുള്ളത് കിട്ടി കിട്ടി, ഞാൻ കുറെ നേരമായി തുടങ്ങിയിട്ട്. ചില പിള്ളേരില്ലേ വീട്ടിൽ കിടന്നിട്ട് കുറെ നേരം പറയും തന്നിന്നല്ലേ അടങ്ങിയിരിക്കട അടങ്ങിയിരിക്കട, കുറുമ്പ് കാണിക്കലടാ കുറുമ്പ് കാണിക്കലടാ, മര്യാദക്ക് ഇരിക്കട എന്നൊക്കെ പല പ്രാവശ്യം പറഞ്ഞിട്ടും അതൊന്നും കേൾക്കാണ്ടാവുമ്പോ അവസാനം പിന്നെ വേലിമെന്ന് പത്തലൊടിച്ചിട്ട് രണ്ടെണ്ണം അങ്ങോട്ട് പൊട്ടും. അത് പൊട്ടി കഴിയുമ്പോ അതിന്റെ അമ്മോ എന്നെ തല്ലല്ലേ എന്ന് പറയുന്ന അവസ്ഥയാണ്. അങ്ങനെ മോങ്ങിക്കൊണ്ട് നടക്കുന്ന ഒരു പൊട്ടനാണ് ഈ ജോൺ പൊട്ടാസ്. എന്തൊരു ഗതികെട്ട അവസ്ഥയാണ് ഇയാളുടെയൊക്കെ. ഈ കേരളത്തിൽ ഇത്രയും കാലം ഈ പിണറായി വിജയന്റെ ദുർഭരണം എന്ന് പറഞ്ഞാല് ഏത് ഉറങ്ങുന്ന ഉറക്കത്തിലും ഏത് പൊട്ടനും വിളിച്ചു ചോദിച്ചാൽ പറയുന്നതാണ് ഇയാളുടെ ദുർഭരണം. ഇയാളുടെ കുടുംബക്കാരും ഭാര്യയും മകളും മകനും എല്ലാവരും അടക്കം ഈ കേരളത്തിനെ കട്ടുമുടിച്ച് കേരളത്തിനെ ഇങ്ങനെ കേരളത്തിനെ വടിച്ചെടുത്തു. നമ്മൾ സാധാരണ ഈ പേസ്റ്റ് ഒക്കെ കഴിയുമ്പോൾ അല്ലെങ്കിൽ പിക്കളൊക്കെ കഴിയുമ്പോൾ കുപ്പിന്ന് വടിച്ചെടുക്കാറുണ്ട്. എന്ന പോലെ കേരളത്തിന്റെ ഖജനാവ് അച്ഛനും മക്കളും കുടുംബമൊക്കെ കൂടിയിട്ട് വടിച്ചെടുത്ത് പോക്കറ്റിലാക്കി പോയിട്ട് അതിനൊന്നും കുറിച്ചിട്ട് പൊട്ടാസിന് പറയാൻ യാതൊന്നുമില്ല. ഓ എന്റെ പൊട്ടാസയെ തൊലിക്കട്ടി അപാരം, പറയാതിരിക്കാൻ പറ്റില്ല. അത്രയ്ക്കും കഴിഞ്ഞ ദിവസം ഡൽഹി പോലീസിന് നിങ്ങൾ യൂണിഫോമിലല്ല വന്നത്, നിങ്ങൾ എന്തുകൊണ്ട് യൂണിഫോം ഇട്ടില്ല, ആപ് ലോഗ് കൈസെ ഹാ സക്തെ ഹെ, ആപ് ലോഗ് കൈസെ ऐसे क्यों कर रही हो, फिर आप लोग ऐसे करेंगे तो फिर ये तो दिल्ली है, आप यहाँ आके ऐसे करेंगे तो ये है वो है എന്ന് പറഞ്ഞിട്ട് എന്തെല്ലാം ഒരു നാടകങ്ങളാണ് അവിടെ കിടന്ന് കാണിച്ചു കൂട്ടിയത്. എന്നിട്ട് അവർക്കൊരു വാക്ക് പറയാൻ സമ്മതിക്കുന്നില്ല. അവരെ ഒരു വാക്ക് പറയാൻ അനുവദിക്കാതെ അവിടെ ആ പിന്നെ അറസ്റ്റിന് വന്നിട്ടുള്ള ആ പോലീസുകാരെ യൂണിഫോം ഇല്ലാത്തതിന്റെ പേരിൽ അവരെ അങ്ങ് എന്താ പറയാ ഒന്നിനും കൊള്ളാത്തവരാക്കിയിട്ട് ഇയാൾ വായ കൂട്ടാതെ. നമ്മളൊരു കാര്യം സംസാരിക്കുമ്പോൾ ഒരു മര്യാദ എന്ന് പറഞ്ഞാല് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ആൾക്കും കൂടി അതിനുള്ള അവസരം കൊടുക്കുക എന്നുള്ളതാണ് ഒരു മര്യാദ. അതുപോലും കൊടുക്കാതെ ഇതുപോലുള്ള തോന്നിവാസങ്ങൾ ചെയ്തു കഴിഞ്ഞിട്ട് അവിടെ കിടന്നിട്ട് കുറെ ആളായി. അപ്പൊ ഞാൻ ചോദിക്കുന്ന ഈ പറയുന്ന മറുനാടൻ മലയാളി അടക്കം പിന്നെ ഡ്രസ്സില്ലാതെ തുണിയില്ലാതെ ഇവിടുന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയപ്പോ പൊട്ടാസെ താൻ എവിടെയായിരുന്നു? അപ്പൊ താൻ എവിടെയായിരുന്നു? അപ്പൊ കുറച്ചു മുമ്പ് ഞാൻ ഏതോ ഒരു സോഷ്യൽ മീഡിയ തുറന്നപ്പോൾ കണ്ടു നമ്മുടെ കുഞ്ചാക്കോ ബോബൻ ഇരുന്ന് പറയുന്നുണ്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളെ കുറിച്ചിട്ടൊന്നും ഞങ്ങൾ കുറച്ച് കാര്യങ്ങളെ കുറിച്ച് മാത്രമേ ഞങ്ങൾ സംസാരിക്കൂ, ഞങ്ങളുടെ പ്രതികരണം സെലക്റ്റീവ് ആണ്, വൺ സൈഡ് മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഒന്നും തോന്നരുത്, ഞങ്ങളുടെ രാഷ്ട്രീയം ഉള്ളിൽ അടക്കി പിടിച്ചുകൊണ്ട്, അതായത് ഞങ്ങൾ മാനത്ത് നിന്ന് ഇറങ്ങി വന്ന സ്റ്റാറുകളാണ്, ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള രാഷ്ട്രീയമുണ്ട്, ആ രാഷ്ട്രീയത്തിന് വേണ്ടി മാത്രം കുരയ്ക്കുന്ന ഞങ്ങൾ സാംസ്കാരിക നായകളാണെന്ന് പബ്ലിക്കായിട്ട് കുഞ്ചാക്കോ ബോബൻ സമ്മതിച്ചതിൽ കുഞ്ചാക്കോ ബോബനോട് എനിക്ക് വളരെയധികം നന്ദിയുണ്ട്. കുഞ്ചാക്കോ ബോബൻ തുറന്നു പറഞ്ഞതാണ്, ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങൾക്കൊന്നും അങ്ങനെ പ്രതികരിക്കാൻ പറ്റില്ല. അപ്പോ ഞങ്ങൾ ഒരു രാഷ്ട്രീയത്തിന്റെ മാത്രം കുത്തകയായിട്ടുള്ള സാംസ്കാരിക നായകളാണ്, ആ സംഗതി മാത്രം വരുമ്പോഴേ ഞങ്ങൾ കുരയ്ക്കുള്ളൂ, അത് വരുമ്പോൾ ഞങ്ങൾ കുരയ്ക്കൂട്ടോ. ഭൗ ഭൗ എന്നുകൊണ്ട് ഇങ്ങനെ കുരയ്ക്കുന്ന ഒരു ടൈപ്പ് വൺ സൈഡ് അതിന്റെ സംസ്കാരത്തെ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിനെ ചോദ്യം ചെയ്യുന്ന അല്ലെങ്കിൽ അതിന് അഭിപ്രായം പറയുന്ന നട്ടെല്ലുള്ളവനാവണം. ആ നട്ടെല്ലിന്റെ ഭാഗത്ത് അവിടെ വാഴപ്പിണ്ടി ആണെങ്കിൽ പിന്നെ കുഞ്ചാക്കോ ബോബൻ അല്ല, അതിന്റെ അപ്പുറത്തെ അയാളുടെ അപ്പൂപ്പൻ വന്നാലും ഒരു കാര്യമില്ല. കാരണം നട്ടെല്ല് വേണം ആദ്യം. മറ്റുള്ളവന്റെ നേരെ നിവർന്നു നിൽക്കുന്ന നമ്മുടെ ഉണ്ണി മുകുന്ദനെ പോലെയുള്ള നല്ല നട്ടലുള്ള ആമ്പിള്ളേര് വേണം.
കാര്യം തുറന്നു പറയാനായിട്ട്. അല്ലാതെ വാഴപ്പിണ്ടി വെച്ചോണ്ട് ഈ ഭാര്യയുടെ അടിമയായിട്ട് കിടക്കുന്ന ആൾക്കാർക്കൊന്നും ഇത് പറഞ്ഞിട്ടുള്ളതല്ല. ഓക്കെ, അപ്പൊ അതിനെ വിട്ടേക്കും. ഇനി ഈ ഇപ്പോ നമ്മുടെ നാട്ടില് പുതിയതായിട്ട് അരങ്ങേറിയതെന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ PSC, നമ്മുടെ നാട്ടിലെ ഈ ജോൺ ബ്രിട്ടാസിന്റെ കരച്ചിൽ കേൾക്കുമ്പോഴേ ഞാൻ ഈ ഒരു യൂണിയൻ നേതാവിന് വേണ്ടി സി പി എമ്മിന്റെ യൂണിയൻ നേതാവ് അരുൺ പ്രതാപ് എന്താ പറയാ ഉടലോട് കൂടിയിട്ട് അവസാനിപ്പിച്ച് കളഞ്ഞ, അതായത് ഒന്ന് ആലോചിച്ച് നോക്കി നോക്കൂ, എത്രയോ വിദ്യാർത്ഥികൾ നമ്മുടെ നാട്ടിൽ പരീക്ഷ എഴുതുന്നതാണ് PSCയുടെ. ആ PSC പരീക്ഷ ചോദ്യപേപ്പറിൽ നിന്ന് 10 ഈ അരുൺ എന്ന് പറയുന്ന യൂണിയൻ നേതാവ് ഈ 10 ചോദ്യങ്ങൾ എഴുതിയില്ല. ആ 10 ചോദ്യങ്ങൾ എഴുതാതായപ്പോ ഈ PSC ചോദ്യപേപ്പറിൽ നിന്ന് ആ 10 ചോദ്യങ്ങൾ അങ്ങ് വേണ്ടെന്ന് വെച്ചു. ഒരു പാർട്ടി നേതാവിന് വേണ്ടിയിട്ടാണെന്ന് ആലോചിക്കണം. 1,66,000 രൂപ അടിസ്ഥാന സാലറിയുള്ള ഈ PSCയുടെ ഈ ജോലിക്ക് വേണ്ടിയിട്ട് ഈ പറയുന്ന അരുൺ പ്രതാപ് എന്ന് പറയുന്ന CPMന്റെ യൂണിയൻ നേതാവിന് വേണ്ടിയിട്ട് PSC ചോദ്യപേപ്പറിൽ നിന്ന് 10 ചോദ്യങ്ങൾ തുടച്ചു നീക്കി കളഞ്ഞ മഹനീയമായ പാർട്ടിയാണ് CPM. അപ്പൊ അതിനെക്കുറിച്ച് പൊട്ടാസിന് ഒന്നും പറയാനില്ല. ജോൺ പൊട്ടാസിന് അതിനെക്കുറിച്ച് മിണ്ടാനേ ഇല്ല. പൊട്ടാസെ എന്തെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണേ. വെറുതെ ഇല്ല ഈ പൊട്ടാസിനെ കുറിച്ച് ഇങ്ങനെ പറയേണ്ടി വരുന്നത്. അപ്പൊ അത് നമ്മുടെ കേരളത്തിൽ നടന്നതാ. ഞാൻ ചോദിക്കുന്ന, കേരളത്തിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ട് വേണ്ടേ ഡൽഹിയിലോട്ട് പോവാനായിട്ട് പൊട്ടാസെ? കേരളത്തിൽ എന്തുമാത്രം പ്രശ്നങ്ങളാണ് നടക്കുന്നത്. ഓരോ നിമിഷവും മഴ തുടങ്ങിയിട്ട് മനുഷ്യന് യാതൊരു തരത്തിലുള്ള സമാധാനവും മനസമാധാനവും ഇല്ല. എപ്പോ വെള്ളം കയറും, എപ്പോ എന്തൊക്കെ സംഭവിക്കും, ആരൊക്കെ മരിക്കും, എങ്ങനെയൊക്കെ ഉരുൾപൊട്ടൽ ഉണ്ടാവും, എവിടെ മണ്ണിടിച്ചിലുണ്ടാവും, എവിടെ ഭൂകമ്പം ഉണ്ടാവും എന്നുള്ള രീതിയിൽ എല്ലാത്തിലും പുറമെ നമ്മുടെ മുല്ലപ്പെരിയാർ വീണ്ടും ഒരു വലിയ ചോദ്യചിഹ്നമായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെയൊക്കെ മനസ്സുകളില് മുല്ലപ്പെരിയാർ എപ്പ പൊട്ടും, ആ മുല്ലപ്പെരിയാർ എന്ന് പറയുന്ന സംഭവം പൊട്ടിക്കഴിഞ്ഞാൽ എന്താണ് ഇവിടെ സംഭവിക്കുക എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിനെക്കുറിച്ചൊന്നും കേരളത്തിലെ നേതാക്കന്മാർക്ക് യാതൊരു ചിന്തയുമില്ല. ഞാൻ നോക്കുമ്പോ ഇന്നലെ നമ്മുടെ സതീശൻ പോയിട്ടുണ്ട്, തുലാഭാരം തൂക്കുന്നുണ്ട്. ഗുരുവായൂര്, കണ്ണൂര്, ഉരുൾപൊട്ടല്, വെള്ളപ്പൊക്കം, അങ്ങനെ റോഡ് മുഴുവനും മുങ്ങി ആകെ കോലാഹലമായിട്ട് മഴ വന്നിട്ട് മനുഷ്യൻ തലങ്ങും വിലങ്ങും ജീവന് വേണ്ടിയിട്ട് പരക്കം പായുന്ന അവസ്ഥയില് ഇവിടെ ഞാൻ നോക്കുമ്പോ നമ്മുടെ VD സതീശൻ ഉണ്ട്, തുലാഭാരം തൂക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആരുടെ ആയുസിന് വേണ്ടിയിട്ടാണോ, കേരളം തൊലയാനാണോ? ശരി, ഇതുപോലുള്ള സിറ്റുവേഷൻസില് ഇപ്പൊ നിങ്ങളിപ്പോ എന്നോട് ചോദിക്കും, അല്ലാണ്ട് ഇപ്പൊ VD സതീശനെ കൊണ്ട് വെള്ളം കുടിച്ചു പറ്റിക്കാൻ പറ്റുമെന്ന്. എന്റെ പൊന്നെ, VD സതീശൻ വെള്ളം കുടിച്ചു പറ്റിക്കാനല്ല, ഇതുപോലുള്ള അവസ്ഥകൾ നാട്ടിൽ നടക്കുമ്പോ ഈ രാഷ്ട്രീയ നേതാക്കള് ഈ വീണവായന പോലുള്ള പരിപാടികളൊന്നും വേണ്ടാന്ന് വെക്കാലോ, അങ്ങനെ ചെയ്യാലോ. അപ്പൊ അതങ്ങനെ ഒരു കൂട്ടര്. അപ്പൊ നമ്മുടെ നാട്ടിൽ നടക്കുന്ന വിഷയങ്ങളെ കുറിച്ചോ നമ്മുടെ നാടിനെ കുറിച്ചോ ഇവിടുത്തെ പ്രശ്നങ്ങളെ കുറിച്ചോ യാതൊന്നും ചോദിക്കാനോ മിണ്ടാനോ കമശിവ ഒന്നുമില്ല. ഡൽഹി എന്ന് അതാണ് കേരളത്തിന്റെ ഇന്നത്തെ അവസ്ഥ. ഒരു സമാധാനമായിട്ട് ഒരുത്തന്റെ കുടുംബത്തിൽ കിടന്ന് ഉറങ്ങാൻ പറ്റുമോ മഴ പെയ്തു കഴിഞ്ഞാൽ? പറ്റുമോ? എത്രയോ മനുഷ്യര് കിടന്നിട്ട് കഷ്ടപ്പെടുന്ന അവസ്ഥ ഈ കേരളത്തിനുണ്ട്. ഈ പറയുന്ന PSCയുടെ പ്രശ്നങ്ങള്, ഈ പറയുന്ന ജോലിയില്ലാത്തതിന്റെ പ്രശ്നങ്ങള്, ഈ പറയുന്ന പിന്നെ എന്ത് തോന്നിവാസം, അത് ഒരു ഇതൊക്കെ ഇവിടെ നടക്കുമ്പോ എന്ത് തോന്നിവാസവും നടക്കും കേരളത്തിൽ. ആർക്കും എന്തും ചെയ്യാം. അതാണ് കേരളം. ഇന്നത്തെ കേരളം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. എന്തൊക്കെയാണ് നടക്കുക. അതായത് ഈ വഴിനീളെ ആർക്ക് വേണമെങ്കിലും പെണ്ണുങ്ങൾ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അതേപോലെ തന്നെ എയ്ഡ്സ് നാട്ടില് ഏറ്റവും കൂടുതൽ ഇന്ന് മാറാവ്യാധി എന്താണെന്ന് ചോദിച്ചാൽ എയ്ഡ്സ് ആണ്. ഒരു ഹോസ്പിറ്റലിൽ പോകാൻ പേടിയാണ്. ഒരു മനുഷ്യനെ ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിക്കാനായിട്ട് ആണിനെയും പെണ്ണിനെയും നിങ്ങൾ കൂട്ടി യോജിപ്പിക്കുമ്പോ, അത് പ്രണയ കല്യാണമായാലും ശരി, അറേഞ്ച്ഡ് മാരേജ് ആയാലും ശരി, നിങ്ങൾ ജാതകമല്ല നോക്കേണ്ടത്, യവന്റെയൊക്കെ ബ്ലഡ് കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്തിട്ട് വേണം നിങ്ങൾ ഇന്ന് കല്യാണം കഴിക്കാനായിട്ട്. അത് ആണായാലും ശരി പെണ്ണായാലും ശരി, എന്റെ റിക്വസ്റ്റ് ആണ്. മക്കളുടെ ജാതകം നോക്കണ പരിപാടിയൊക്കെ നിർത്തിക്കോ. ഇനി കല്യാണം കഴിക്കാൻ പോകുന്ന ചെക്കനായാലും ശരി പെണ്ണായാലും ശരി, അവന്റെ എയ്ഡ്സ് ടെസ്റ്റ് നടത്തുക എന്നുള്ളതാണ് ആദ്യത്തെ പടിയായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്. ഞാൻ വെറുതെ പറയണതല്ല, അതിന് മാത്രം വ്യാപിച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടില് എയ്ഡ്സ്. അതിനെതിരെ നമ്മുടെ ഹെൽത്ത് എന്ത് ചെയ്യുന്നു? തൂഫാൻ എന്നും പറഞ്ഞിട്ട് നടക്കുന്നുണ്ടല്ലോ കുറെ എണ്ണം. നാട്ടിൽ വ്യാപിക്കുന്ന പടർന്നു പിടിക്കുന്ന എയ്ഡ്സ് എന്ന മഹാവ്യാധിക്കെതിരെ, മഹാമാരിക്കെതിരെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? തൃശ്ശൂർ 1-ാം സ്ഥാനത്ത്, പാലക്കാട് 2-ാം സ്ഥാനത്ത്, അല്ലെങ്കിൽ പെരുമ്പാവൂർ 3-ാം സ്ഥാനത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു തള്ളുമ്പോൾ, ഇത് ഇത്രയും വലിയൊരു മഹാവ്യാധി നമ്മുടെ നാട്ടിൽ പടർന്നു പിടിക്കുമ്പോ അതിനെതിരെ എന്താണ് ഇവിടുത്തെ പിന്നെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ഇത് മുഴുവനും നമ്മുടെ നാട്ടിൽ, അതായത് ഒരു മനുഷ്യന്റെ തലമുറകളെ തന്നെ അവസാനിപ്പിക്കുന്ന രീതിയിലുള്ള മഹാവ്യാപനമാണ് എയ്ഡ്സിന്റെ വ്യാപനം. അതിനെതിരെ ആരും ഒന്നും പറഞ്ഞു കേൾക്കുന്നില്ല.
എവിടെ വേണമെങ്കിലും ഏത് പബ്ലിക് ഇടത്തിൽ നിന്നിട്ടും സ്ത്രീകൾക്ക് ശരീരം വിൽക്കാനുള്ള അവസ്ഥ അത് ഒരു ഭാഗത്ത്. അതിന് യാതൊരു നിയന്ത്രണവുമില്ല. അപ്പൊ ആരും ഈ വേശ്യാവൃത്തി ചെയ്യേണ്ടതെന്ന് ഞാൻ പറയില്ല, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ആര് വേണമെങ്കിൽ എവിടെ വേണമെങ്കിൽ എന്ത് വേണമെങ്കിൽ ചെയ്തോ, ഒരു പ്രശ്നമില്ല. പക്ഷേ വേശ്യാവൃത്തി ചെയ്യുമ്പോഴും അതിനും വേണ്ടേ ഒരു എന്താ പറയാ നിലപാട് ക്രമങ്ങള്. ഏഹ് അപ്പൊ അങ്ങനെ ഒരു കാര്യങ്ങള് ഇതൊക്കെ ആർക്ക് വേണമെങ്കിലും എവിടെ നിന്നിട്ട് ഇപ്പൊ സ്കൂളിലത്തെ ടീച്ചർമാരാണ് കഴിഞ്ഞ ദിവസം ഈ മയക്കുമരുന്നിന് കച്ചവടത്തിന് പിടിക്കപ്പെട്ടിട്ടുള്ളത്. സ്കൂളിലത്തെ ടീച്ചർമാര്, കുട്ടികൾ രാത്രി, നമ്മുടെ മക്കള് രാത്രി വീട്ടിൽ കിടന്നുറങ്ങുന്ന മക്കള് രാത്രി പുലർച്ചെയൊക്കെ 12 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ മക്കൾ ഇറങ്ങി നടക്കുകയാണ്. സ്വപ്നലോകത്തെ ബാലഭാസ്കറിന്റെ പോലെ. ഈ സ്വപ്നലോകത്തെ ബാലഭാസ്കറിന്റെ പോലെ രാത്രി 12 മണി കഴിഞ്ഞാൽ അച്ഛനും അമ്മയും ഉറങ്ങിക്കഴിഞ്ഞാൽ കുട്ടികൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നടക്കുക, എന്നിട്ട് ഒരു 4-4:30 ആകുമ്പോൾ തിരിച്ചു കയറുക. അപ്പൊ ഇതിനിടയ്ക്ക് ഏതോ ഒരു ജോഡി, ഏതോ ഒരു പെണ്ണ് കുടുംബത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി, അത് അപകടത്തിൽ പെട്ടു, അതുകൊണ്ട് പിടിക്കപ്പെട്ടു. അല്ലെങ്കിൽ ഇങ്ങനെ ഇറങ്ങിപ്പോവും, രാത്രി ഇറങ്ങിപ്പോവും, പുലർച്ചെ കയറി വരും. ഇതാണ് എല്ലാ കുടുംബങ്ങളിലും. മക്കൾ കുടുംബത്തിൽ കിടന്ന് മര്യാദയ്ക്ക് കിടന്ന് ഉറങ്ങുന്നുണ്ടോ? ഈ മക്കളുടെ അവസ്ഥ എന്താണ്? രാവിലെ എണീക്കുമ്പോൾ മക്കളെ കാണുന്നുണ്ട്, എന്റെ മക്കൾ തെറ്റും ചെയ്യുന്നില്ല, വളരെ മാന്യരാണ്, ഹരിചന്ദ്രന്മാരാണ് എന്ന് വിചാരിച്ചു വെച്ചിരിക്കുന്ന ഓരോ മക്കളും. ഇതാണ് നാടിന്റെ അവസ്ഥ. പുതിയ തലമുറ, പിന്നെ പുതിയ തലമുറയ്ക്ക് ഏറ്റവും കൂടുതലായിട്ട് ഇപ്പം ലൈംഗികത മാത്രമേ, അതിനെക്കുറിച്ച് മാത്രമേ പറയാനുള്ളൂ. ഈ യുവതലമുറ എന്ന് പറയുന്ന പിള്ളേരെ എവിടെ പോയി എന്ത് കാണിച്ചാലും അവർക്ക് പറയാനുള്ള കാര്യങ്ങള് ഈ മുണ്ടിന്റെ അടിയിലുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. എന്ത് തരം സമരമാണിത്? ഇതിന് ഞരമ്പ് രോഗ സമരം എന്നാണോ പറയുക? എല്ലാത്തിനും വല്ല ഞരമ്പ് രോഗം ബാധിച്ചിട്ടാണോ? എന്താണ് ഇവർ ഈ പറയുന്നത്? ഞാൻ കണ്ടു കഴിഞ്ഞ ദിവസം ഡൽഹിയിലെ സമരത്തിന് പോയിട്ട് ഒരു വീഡിയോ കണ്ടതാണ്. നരേന്ദ്രമോദിയുടെ പിക്ചർ ഇട്ടിട്ട് അതിന്റെ മുകളിൽ നിന്നിട്ട് പുഷപ്പ് എടുക്കുന്ന, പുഷപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് പറയാൻ പറ്റുന്ന ഭാഷ അതേ ഉള്ളൂ. യവന്മാരൊക്കെ തമിഴ്ന്ന് കിടന്ന് പുഷപ്പ് എടുക്കുക. അതായത് ഒരു സ്ത്രീയും പുരുഷനും കൂടെ ബന്ധപ്പെടുമ്പോ എന്താണോ സംഭവിക്കുന്നത് അതാണ് നരേന്ദ്രമോദിയുടെ മുഖത്ത് നോക്കിയിട്ട് ഇവന്മാര് കിടന്നിട്ട് ഈ കാണിക്കുന്നത്. നല്ല പ്രാക്ടീസ് ഉണ്ടെന്ന് തോന്നി എനിക്ക് കണ്ടപ്പോ. നല്ല തഴക്കമുള്ള, നല്ല ചെറിയ കുഞ്ഞു മക്കളാണ്, പക്ഷെ നല്ലോണം പ്രാക്ടീസ് ഒക്കെ ചെയ്ത് നല്ലോണം പ്രാക്ടീസ് ഉള്ള കുഞ്ഞുമക്കളാണ് ഈ പറയുന്ന പരിപാടികൾ, പുഷപ്പ് ഒക്കെ നന്നായിട്ട് എടുക്കുന്നുണ്ട്. പുഷപ്പ് ഒരു സെക്കൻഡിൽ എന്തുമാത്രം പുഷപ്പ് എടുക്കുന്നത്, എന്റെ പൊന്നോ, ഭയങ്കര പ്രാക്ടീസ്. അത് കഴിഞ്ഞ ഈ പാറ്റസമരം കഴിഞ്ഞപ്പോ ഡൽഹിയിലെ അവസ്ഥ എന്തായിരുന്നു? നിരോധ്, ബ്രേസിയർ, ഷഡ്ഡി, അടിവസ്ത്രങ്ങള് എന്ന് വേണ്ട കൂട്ടിച്ച് എന്താ പറയാ കൂത്തുമറിഞ്ഞിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു ഈ പറയുന്ന സമരങ്ങൾ. വായിന്ന് വരുന്ന തെറികളോ പെട്ടതള്ള സഹിക്കൂല, അതുപോലത്തെ തെറികള്. അപ്പൊ ഇപ്പൊ ആകെ കൂട്ടിയിട്ട് നമ്മുടെ പുതിയ തലമുറയ്ക്ക് വായിന്ന് വരുന്ന വർത്തമാനങ്ങള് ഈ ലൈംഗിക ചെവിയോട് കൂടിയിട്ടുള്ള സംസാരിക്കാനും, ഈ മുണ്ടിന്റെ അടിയിൽ എന്തൊക്കെയുണ്ടെങ്കിൽ അത് വിളിച്ചു പറയാനും, അതിന്റെ അടിയിലുള്ള കാര്യങ്ങളെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യാനും, അതൊക്കെ ഷോപ്പ് കാണിക്കാനും പറ്റുന്ന ഒരു കോലമായി കാലഘട്ടം പറയുന്ന കാര്യങ്ങൾക്ക് ഒരു പരിധി ഉണ്ടായിരുന്നു. എന്റെ അച്ഛന്റെ മുഖത്ത് നോക്കി ഞാൻ അങ്ങനെ സംസാരിക്കില്ല, എന്റെ അമ്മയുടെ മുഖത്ത് നോക്കി ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുന്ന ഒരുപാട് പഴയ കാലത്തിലേക്ക് പോകുമ്പോ നമുക്ക് അങ്ങനെയൊന്നും പറയാൻ സാധിക്കുമായിരുന്നില്ല. ഞാനൊന്നും ഇങ്ങനത്തെ ഒരു വാക്ക് നമ്മൾ കണ്ടതല്ലേ, നമ്മൾ ഒരു ദിവസം സോഷ്യൽ മീഡിയയിൽ കണ്ടതല്ലേ, ഒരു പെങ്കൊച്ച് പറയുന്നത്. ഒരു പെങ്കൊച്ചിന്റെ സംസാരം കേട്ടപ്പോ പറഞ്ഞില്ലേ, ഓരോരുത്തരുടെ എന്താ പറയാ ശരീരത്തിലെ വലിപ്പം നോക്കിയിട്ട് ഓരോരുത്തരുടെ എന്താണ് സ്ട്രോ സൈസോ ഒരു പെങ്കൊച്ച് പറഞ്ഞില്ലേ, കളിക്കാൻ പെമ്പിള്ളേർക്ക് എന്താ കളിക്കാൻ മുട്ടിയിട്ട് നടക്കുന്നു എന്ന് പറയുന്നു. അതിൽ സ്ട്രോ സൈസ് ഒക്കെ നോക്കിയിട്ടാണ് കാര്യങ്ങൾ നടത്തുന്നതെന്ന് പറയുന്നു. എവിടേക്കോ എത്തി കാര്യങ്ങൾ, എന്തൊക്കെയോ ആയിപ്പോയി നാട്, അറിയില്ല. അപ്പൊ എനിവേ നമ്മൾ പൊട്ടാസിൽ നിന്ന് വേറെ എന്തൊക്കെയോ കാര്യങ്ങളിലേക്ക് മറിഞ്ഞു പോയി. അപ്പൊ പൊട്ടാസിൽ ഇന്നും നല്ല മാതിരി ഇന്നലെയും കൂടെ തള്ളക്കി വിളി കേട്ടു, വളരെ സന്തോഷം തോന്നി കേട്ടപ്പോ. എല്ലാം കൂടിയിട്ട് അത് മേളിക്കൂടി പോകുന്ന സർവ്വതും ഏണി വെച്ച് പിടിച്ച് അത് ഞാനാണ്, എനിക്കാണ്, എന്റെ തലയ്ക്കാണെന്നും പറഞ്ഞിട്ട് കൊണ്ടു നടക്കാനായിട്ട് ഇപ്പൊ വ്യഗ്രത പൂണ്ട്. ഇനിയിപ്പം പിണറായി വിജയന്റെ സ്ഥാനത്തേക്ക് അവരോധിക്കാനാണോ പൊട്ടാസി പെടാപ്പാട് മുഴുവൻ പെടുന്നതെന്ന് എനിക്കറിയില്ല. പൊട്ടാസി പെടാപ്പാടൊക്കെ പെടുമ്പോ നമ്മുടെ നാട്ടിലേക്ക്, കേരളത്തിലേക്കെങ്കിലും ഈ മഹത് വ്യക്തിത്വം ഒന്ന് കണ്ണു തുറന്ന് വല്ലപ്പോഴും നോക്കണേ പൊട്ടാസെ. ഡൽഹിയിൽ പോയിട്ടുള്ള അന്യായങ്ങളെ കുറിച്ച് ചോദ്യം ചെയ്യുമ്പോ हमेशा दिल्ली में जाके ऐसे करने के वजह നമ്മുടെ കേരളമാ भी देखी कुछ भी करो ना പൊട്ടാസെ, आपसे रिक्वेस्ट है हमारा. अब तो हमारा केरला का मलयाली है ना, तो आप कभी कभी भूल जाते हैं आप मलयाली है. हमको अगर देखते हैं क्या हो रहा है, क्या चल रहा है, ये हम पोटास के साथ मेरा रिक्वेस्ट है. नहीं तो फिर क्या क्या बोलेंगे मैं. ആരും എന്നെ തല്ല വിളിക്കരുത്. ആവാൻ നടക്കുന്ന പൊട്ടാസിനോട് സഹതാപം മാത്രമേ ഉള്ളൂ. ഇതൊക്കെ കാണിക്കുമ്പോഴേ വല്ലപ്പോഴൊക്കെ കേരളത്തിലേക്കും ഒന്നു കണ്ണു തുറന്നു നോക്കൂ. പിന്നെ പൊട്ടാസെ, സഖാവേ, നമ്മുടെ കേരള ഗോപാലകൃഷ്ണൻ നായരെ
ആ ഓക്കെ, പിന്നെയും വന്നു. ഓക്കെ, അപ്പോൾ എൻ്റെ കൂടെയുള്ള എല്ലാവരെയും എനിക്ക് കാണാൻ പറ്റുന്നില്ല, വെരി സോറി. അപ്പൊ എന്നെ കേട്ട എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്തേ, ജയ് ഹിന്ദ്.